Hello students, welcome to the channel Eduscore. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 7th സ്റ്റാൻഡേർഡിന്റെ സെക്കൻഡ് ചാപ്റ്റർ ദാറ്റ് ഈസ് ന്യൂട്രീഷൻ ഇൻ ആനിമൽസ് എന്ന ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഓൾറെഡി 3 പാർട്സ് ഓഫ് ദിസ് വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇഫ് യു ഹാവ് നോട്ട് വാച്ച്ഡ് ദാറ്റ് പ്ലീസ് ക്ലിക്ക് ഇൻ ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 7th സ്റ്റാൻഡേർഡിന്റെ എല്ലാ സബ്ജക്ട്സിന്റെ എല്ലാ ചാപ്റ്റേഴ്സും കാണാൻ പറ്റും. സോ യു ക്യാൻ ചൂസ് വാട്ട് യു വാണ്ട് ടു വാച്ച് ആൻഡ് ലേൺ. If you are new to the channel, please subscribe to the channel. നിങ്ങൾക്ക് ഇനിയും നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, പിന്നെ ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യൂ സോ ദാറ്റ് യു ഗെറ്റ് ദ നോട്ടിഫിക്കേഷൻ. ഓക്കെ, സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് ആണ് ഡൈജഷൻ ഇൻ ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ്. സോ നമ്മൾ പ്രീവിയസ്ലി ഡൈജഷൻ ഇൻ ഹ്യൂമൻസ് കണ്ടു. നമ്മൾ 6 കമ്പാർട്ട്മെന്റ്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റംസിനെ പറ്റി പഠിച്ചു. സോ ഇൻജെഷൻ മുതൽ എജഷൻ വരെയുള്ള പ്രോസസ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഇഫ് യു ഹാവ് നോട്ട് വാച്ച് പ്ലീസ് വാച്ച് ദ പ്രീവിയസ് വീഡിയോ. ഓക്കെ, സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡൈജഷൻ ഇൻ ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ് ആണ്. ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ് പറഞ്ഞാൽ എന്തൊക്കെയാ? നമ്മൾ പശു, ബഫലോ, കൗ, ബഫലോ, ഡിയർ, അങ്ങനത്തെ പല ആനിമൽസ് ആണ് ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ്. ഓക്കെ, സോ ഹാവ് യു ഒബ്സർവ്ഡ് കൗസ്, ബഫലോസ് ആൻഡ് അതർ ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ് chewing continuously even when they are not eating? നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു പശുവിനെ വെറുതെ ഇരിക്കുന്ന ഒരു പശുവിനെ നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു സീ ദാറ്റ് അത് വെറുതെ ഇരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ചമച്ചുകൊണ്ട് നിൽക്കാന്നു. അതിൻ്റെ മുമ്പിൽ പുല്ലൊന്നും ഉണ്ടാവില്ല, ബട്ട് സ്റ്റിൽ അത് ചമച്ചുകൊണ്ട് നിൽക്കാന്നു. വാട്ട് ഈസ് ദാറ്റ് റീസൺ ഫോർ ദാറ്റ്? അതാണ് നമ്മൾ ഇപ്പം പഠിക്കാൻ പോകുന്നത്. ആക്ച്വലി ദേ ക്വിക്ലി സ്വാലോ ദ ഗ്രാസ് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ എ പാർട്ട് ഓഫ് ദി സ്റ്റൊമക് കോൾഡ് rumen. ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് ഗ്രാസ് ഒക്കെ കാണും. ക്വിക്ലി സ്വാലോ ദ ഗ്രാസ് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ എ പാർട്ട് ഓഫ് ദി സ്റ്റൊമക് കോൾഡ് rumen. ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് ഗ്രാസ് ഒക്കെ കാണും, ഗ്രാസിനെ വിഴുങ്ങും. ലിറ്ററലി അവർ അധികം ചമയ്ക്കൊന്നുമില്ല, വേഗം വേഗം വിഴുങ്ങിക്കളയും. അപ്പം വിഴുങ്ങിയതിന് ശേഷം അവർ സ്റ്റൊമക്കിൽ, നമ്മൾ ഹ്യൂമൻസിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം പോലെ അല്ല അവരത്. സോ അവരത് എങ്ങനെയാ വെച്ചാൽ അവിടെ ഒരു ബാഗ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും, ഒരു സാക്ക്, ഓക്കെ, ഒരു സംഭവം ഉണ്ടാവും. അതിൻ്റെ അകത്ത് പോയിട്ടാണ് ഈ ഗ്രാസ് ഡയറക്റ്റ് ആയിട്ട് സ്വാലോ ചെയ്ത ഗ്രാസ് അതിൻ്റെ അകത്ത് പോയി സ്റ്റോർ ആയിട്ട് നിൽക്കും. സോ അത് ബേസിക്കലി ഒരു പ്ലേറ്റ്, അവരെ ഒരു പ്ലേറ്റോ ബൗളോ പോലെ കൺസിഡർ ചെയ്യാം നിങ്ങൾക്ക്. സോ അതിൻ്റെ അകത്ത് പോയി അത് ഇരിക്കും. ദെൻ അവർ പെട്ടെന്ന് ഗ്രാസ് ഒക്കെ സ്വാലോ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവർ വെറുതെ ഇരിക്കുന്ന സമയത്ത് അതിനെ വായിലേക്ക് കൊണ്ടുവരും. ആൻഡ് ദെൻ ദേ സ്റ്റാർട്ട് ച്യൂയിങ് ഇറ്റ് ആൻഡ് ദെൻ സോ വിത്ത് ദാറ്റ് ഓവർവ്യൂ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദിസ്. സോ അവർ ക്വിക്ലി ഗ്രാസിന് ഓവർ ചെയ്തിട്ട് അതിനെ ഒരു rumen എന്ന് പറഞ്ഞ സ്റ്റൊമക്കിൻ്റെ ഒരു ഭാഗമാണ്. ആ rumen എന്ന് പറഞ്ഞ ഭാഗത്തിൽ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഓക്കെ, പ്ലീസ് അണ്ടർലൈൻ. സോ rumen എന്ന് പറഞ്ഞ ഭാഗത്തിൽ അതിന് ഗ്രാസിനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഹിയർ ദ ഫുഡ് ഗെറ്റ്സ് പാർഷ്യലി ഡൈജസ്റ്റഡ് ആൻഡ് ഇസ് കോൾഡ് കഡ്. സോ ഈ സ്റ്റോറേജ് ഏരിയയിൽ ആ ഫുഡ്, ആ ഗ്രാസ് അവരെന്താണോ കഴിച്ചത് വെച്ചാൽ അത് ചെറുങ്ങനെ പാർഷ്യലി ഡൈജസ്റ്റ് ആവും, ചെറിയ രീതിയിൽ ഡൈജസ്റ്റ് ആയി കഴിയും. ആൻഡ് ആ പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ആ ഗ്രാസിനെ അല്ലെ ആ ഫുഡിന് എന്താ പറയുക? കഡ്, CUD, കഡ്. ബട്ട് ലേറ്റർ ദി കഡ് റിട്ടേൺസ് ടു ദി മൗത്ത് ഇൻ സ്മോൾ ലംപ്സ് ആൻഡ് ദി അനിമൽ ച്യൂസ് ഇറ്റ്. This process is called rumination and these animals are called ruminants. സോ ഈ കൗ, ബഫലോ, ഇങ്ങനെ ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസിനെ നമ്മൾ റുമിനൻസ് എന്നാണ് പറയുക. അതെന്താ വെച്ചാൽ ഇത് ഇവരിൽ മാത്രമാണ് നമ്മൾ കാണുന്ന രീതി, ഭക്ഷണം കഴിക്കുന്ന രീതി, ഈ ടൈപ്പ് ഓഫ് രീതി നമ്മൾ ഈ ആനിമൽസിൽ മാത്രമേ കാണുന്നുള്ളൂ. സോ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ കിട്ടിയ ചാൻസിന് വെട്ടി വിഴുങ്ങിയതിന് ശേഷം ദേ വിൽ സ്റ്റോർ ഇറ്റ് ഇൻ ദറ്റ് rumen എന്ന ഭാഗത്തിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് അതിൽ പാർഷ്യലി ഡൈജസ്റ്റ് ആവും. സോ വി കോൾ ഇറ്റ് കഡ്. ആ കഡ് എന്താ വെച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഉരുളയായിട്ട് അതിൻ്റെ വായിലേക്ക് വരും. ആൻഡ് ഇറ്റ് വിൽ ചൂ. അത് വെറുതെ ഇരിക്കുമ്പോൾ അത് വെറുതെ ഇങ്ങനെ ചൂ ചെയ്തിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ട് വിടും. സോ ദിസ് പ്രോസസ് ഇസ് കോൾഡ് rumination. ഓക്കെ, and the animals are called ruminants. This is very important, എന്തായാലും underline ചെയ്യൂ. Paheli wants to know why these animals cannot chew food properly at the time they taken. So Paheli ചോദിക്കാന്നു, why ഇവരെന്തിനാ വേഗം കഴിക്കുന്നത്? അവരെന്താ മര്യാദയ്ക്ക് നമ്മളെ പോലെ ഹ്യൂമൻസിനെ പോലെ ചമച്ച് കഴിച്ചിട്ട് നോർമൽ പ്രോസസ്സ് എന്താ ചെയ്യാത്തത്? ഇങ്ങനെയൊക്കെ എന്തിനാ ആവശ്യം എന്നാണ് പഹേലി ചോദിക്കുന്നത്. പഹേലിൻ്റെ കൂട്ടത്തിൽ ഐ എം പ്രിറ്റി ഷ്യൂർ നിങ്ങൾക്കും ഈ ഡൗട്ട് വന്നിട്ടുണ്ടാവും. സോ ദ റീസൺ ഈസ്, ഈ പശുക്കൾക്ക് ഭക്ഷണമൊക്കെ കിട്ടുന്നത്, നമ്മളിപ്പോൾ ഒരു വീട്ടിൽ വളർത്തുന്ന പശു ആണെന്ന് വെച്ചാൽ നമ്മളതിന് പ്രോപ്പറായിട്ട് ഭക്ഷണം കൊടുക്കും, നേരത്തിന് ഭക്ഷണം കൊടുക്കും. ബട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു ഫോറസ്റ്റിൽ താമസിക്കുന്ന നോർമലായിട്ടുള്ള ഒരു പശുവാണു, ഡൊമസ്റ്റിക്കേറ്റഡ് അല്ലാത്ത പശുവാണു. സോ അതിന് എപ്പോഴെങ്കിലായിരിക്കും ഈ പുല്ലൊക്കെ കാണുക, പുല്ലൊക്കെ കിട്ടുന്നത്.
സോ ആ സമയത്ത് അതിനെ പോയിട്ട് എത്ര കഴിക്കാൻ പറ്റുന്നോ അത്രയും അധികം അത് സ്വാലോ ചെയ്യും. ഓക്കെ, ആൻഡ് പിന്നെയാണോ അതിനെ അവർ ഡൈജസ്റ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് വൺ ഓഫ് ദി റീസൺസ് വൈ അവരിങ്ങനെ എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത്. സോ സിമിലർലി ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ബിഹേവിയർ, നോട്ട് ദ സിമിലർ ഡൈജഷൻ പ്രോസസ്, പക്ഷേ അറ്റ് എ ടൈം ഭക്ഷണം കഴിക്കുന്ന ഒരു ബിഹേവിയർ നമ്മൾ ക്യാമലിൽ കാണാം. അവർ ഭക്ഷണമല്ല കഴിക്കുക, ബട്ട് ദേ വിൽ ബി സ്വലോയിങ് എ ലോട്ട് ഓഫ് വാട്ടർ. എന്നിട്ട് അവർ ഹംപ്സ് ഉണ്ടാവില്ലേ, ക്യാമലിൻ്റെ മേലെ ഒരു ഉണ്ട ഉണ്ടാവില്ലേ, ആ ഉണ്ടേൻ്റെ അവിടെയാണ് അവർ വെള്ളത്തിനെ സേവ് ചെയ്ത് വെക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് അവർക്ക് വേണ്ട സമയത്ത് അത് വെള്ളം അവരുടെ ബോഡി യൂട്ടിലൈസ് ചെയ്യും. സോ ദിസ് ഇസ് നേച്ചേഴ്സ് വേ. നേച്ചർ ഈ ആനിമൽസിനൊക്കെ അവർക്ക് ജീവിക്കാനുള്ള നല്ല ചാൻസ് കൊടുക്കേണ്ടിയിട്ടാണ് ഇങ്ങനെ അവർക്ക് ഓരോരോ എന്താ പറയുക മോഡിഫിക്കേഷൻസ് ചെയ്തത്. ഓക്കെ, ബൂജോ വാണ്ട്സ് ടു നോ വൈ വി കനോട്ട് ഡൈജസ്റ്റ് സെല്ലുലോസ് ലൈക്ക് ദ കാറ്റിൽ ഡു. അതെന്താ വെച്ചാൽ നമ്മൾ കാറ്റിലിൽ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് എന്താ പറയുക ജ്യൂസസ് ഉണ്ട്. സോ നമ്മൾ ഡൈജസ്റ്റീവ് ജ്യൂസസിലെ അതേപോലെ ഈ കാറ്റിലും അവരുടേതായ ഡൈജസ്റ്റീവ് ജ്യൂസസ് ഉണ്ട്. ദോസ് ജ്യൂസസ് ആർ ഏബിൾ ടു ഡൈജസ്റ്റ് സെല്ലുലോസ് എന്ന് പറഞ്ഞ സാധനം. ഈ ഗ്രാസിലൊക്കെ നമുക്ക് മെയിൻലി സെല്ലുലോസ് ആണ് കിട്ടുക. സോ അത് അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ നമ്മൾ ഹ്യൂമൻസിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ശേഷിയില്ല. ഓക്കെ, നമ്മൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ ഈ ബ്ലൂ ബോക്സ് നമ്മൾ വിട്ടിരുന്നു. സോ നമ്മളത് നോക്കാം. ഡയറിയ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, വയറിളക്കം. ഓക്കെ, സംടൈംസ് യു മേ ഹാവ് എക്സ്പീരിയൻസ് ദ need to pass watery stools frequently. This condition is known as diarrhea. Alright, it may be caused by infection, food poisoning or indigestion. Infection ആവാം, അല്ലെങ്കിൽ ഫുഡ് പോയ്സണിങ്, ഫുഡ് പറഞ്ഞാൽ ചീത്തയായ ഫുഡ് ആറ്റാൻ കഴിച്ചാലോ അല്ലെങ്കിൽ ചീത്തയായ വെള്ളം കുടിച്ചാലോ, അല്ലെങ്കിൽ ഇൻഡൈജഷൻ പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഡൈജഷൻ നടന്നില്ല, അത് കാരണം ഡയറിയ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. It's very common in India, particularly among children. Under severe conditions, it can be fatal. അധികം ഡയറിയ ആയാൽ ഭയങ്കര ഫേറ്റൽ പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഓക്കെ, സോ അതെന്താ വെച്ചാൽ നമ്മളെ ബോഡിയിലുള്ള എക്സസ് ആയിട്ടുള്ള വെള്ളം എക്സസീവ്ലി പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് ബോഡിയിൽ വെള്ളം നല്ലോണം ആവശ്യമുണ്ട്. സോ അത് നല്ലോണം എക്സസ് ആയിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള സോൾട്ട്സ് ഓൾസോ ആർ going. Okay, so diarrhea should not be neglected. Even before a doctor is consulted, the patient should be given plenty of boiled and cooled water with a pinch of salt and sugar dissolved in it. This is called oral rehydration solution, that is ORS. So diarrhea നിങ്ങൾക്ക് അറിയുന്ന ആർക്കെങ്കിലും വന്നിക്കെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിക്കെങ്കിൽ what you need to do is ഒരു ഗ്ലാസ് ക്ലീൻ ബോയിൽ ചെയ്ത വെള്ളം, നല്ലോണം തിളപ്പിച്ചിട്ടുള്ള വെള്ളം, അതിനെ തിളപ്പിച്ചാറ്റിയ വെള്ളം എന്ന് പറയാം. അതിനെ ചൂടോടക്കല്ല, അതിനെ തണുപ്പിക്കാൻ വേണം. ഓക്കെ, സോ അതിൻ്റെ അകത്ത് ഒരു സ്പൂണ് ഉപ്പും ഒരു സ്പൂണ് ഷുഗർ നമ്മൾ അതും കൂടി ഇട്ടാൽ എന്നിട്ട് അതിനെ നല്ല മിക്സ് ചെയ്തിട്ട് യു ക്യാൻ ഡ്രിങ്ക് ദാറ്റ് സൊല്യൂഷൻ. സോ ദാറ്റ് ഈസ് നോൺ ആസ് ORS. അതെന്താക്കുക വെച്ചാൽ നമ്മളെ ബോഡിക്ക് ആവശ്യമുള്ള ഗ്ലൂക്കോസും നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള സോൾട്ട്സും നമ്മൾ ബോഡിയിൽ എത്തിക്കും അലോങ് വിത്ത് വാട്ടർ. ഇതാണ് നമ്മൾ ഡയറിയേൻ്റെ സമയത്ത് മെയിനായിട്ട് ലൂസ് ചെയ്യുന്നത്, സോൾട്ട്സും വാട്ടറും. അപ്പോൾ എനർജി ഉണ്ടാവില്ല. സോ എനർജിക്ക് വേണ്ടി നമ്മളെടുത്ത് ഷുഗർ ഉണ്ട്, saltsന് വേണ്ടി salts ഉണ്ട്, വെള്ളത്തിന് വേണ്ടി വെള്ളമുണ്ട്. So that is an important thing. I hope you make use of this the next time somebody around you has diarrhea. Okay, so now let's look into the cellulose and the ruminants digestion process. The grass is rich in cellulose, a type of carbohydrate. Many animals, including humans, cannot digest cellulose. So ഈ പ്ലാന്റ്സിൻ്റെ അകത്ത് സെല്ലുലോസ് ആണ് മെയിൻ ആയിട്ടുണ്ടാവുക, ഗ്രാസിൻ്റെ അകത്തൊക്കെ. സോ humans are not capable of digesting cellulose, പക്ഷേ ഈ കൗ പോലത്തെ റുമിനൻസിന് സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. സെല്ലുലോസ് എന്താണോ, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. നിങ്ങൾക്ക് ഇവിടെ 2.9 ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് എ റുമിനൻറ്റ് കാണാൻ പറ്റും. കാർബോഹൈഡ്രേറ്റ് ഇവിടെ അവരെ ഈസോഫേഗസ് നിങ്ങൾക്ക് കാണാം. ആ ഈസോഫേഗസിൻ്റെ അവിടെ തന്നെ നിങ്ങൾക്കൊരു പൗച്ച് പോലെ ഒരു ബോൾ ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ ഒരു സാധനം കണ്ടില്ലേ. സോ ദാറ്റ് ഈസ് വേർ ദ കഡ് ഇസ് സ്റ്റോർഡ്. അത് അവരുടെ സ്റ്റൊമക്കിലെ ഒരു റീജിയൻ ആണ്. ഓക്കെ, അവരുടെ സ്റ്റൊമക്കിലെ ഈ റുമൻ എന്ന് പറഞ്ഞ ഈ റീജിയൻ ആണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് സ്മോൾ ഇൻറ്റെസ്റ്റൈനും ഉണ്ട്. അത് സോ ദ സ്പെഷ്യാലിറ്റി ഓഫ് ദീസ് ആനിമൽസ് ഇസ് ദാറ്റ് ദേ ഹാവ് റുമൻ വിച്ച് സ്റ്റോർസ് കഡ്. Ruminants have a large sac-like structure called rumen between the esophagus and the small intestine. ഈ rumen എന്ന് പറഞ്ഞ ഈ സാക്ക് ലൈക്ക് ഈ ബാഗ് ഈ എന്താ പറയുക ഈസോഫേഗസിൻ്റെതും സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ നടുവിലാണുള്ളത്. നമ്മൾ ഈസോഫേഗസിൻ്റെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ നടുവിൽ എന്താ ഉള്ളത്, സ്റ്റൊമക്ക് അല്ലേ.
The cellulose of the food is digested here by the action of certain bacteria which are not present in humans. So, നമ്മളെ ഈ റുമിനൻസിൻ്റെ വയറ്റിൽ ഒരു certain type of bacteria ഉണ്ട്. ഈ ബാക്ടീരിയ നമ്മൾ ഹ്യൂമൻസിൻ്റെ അകത്തില്ല. സോ ആ ബാക്ടീരിയ ഈ സെല്ലുലോസിനെ ചെറിയ ചെറിയ പീസസ് ആക്കി അതിനെ അവർ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്യുന്നതാണ്. So far you have learnt about animals which possess the digestive system, but there are many small organisms which do not have a mouth and a digestive system. So നിങ്ങൾ ഇതുവരെ നമ്മൾ ഹ്യൂമൻസിനെ പറ്റി പഠിച്ചു, ഒരു പ്രത്യേക അനിമൽസ് ലൈക്ക് കൗസ് ബഫലോസിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ റുമനെ പറ്റി പഠിച്ചു. പക്ഷേ ഇവർക്കൊക്കെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. പക്ഷെ വേറെ കുറേ അനിമൽസ് ഉണ്ട് വിത്തൗട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം. സോ അവരിൽ വെറും എന്താ ഉണ്ടാവുക, ഒരു സെല്ലുണ്ടാവും, അവരതിനെ എങ്ങനെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്, ഫുഡിനെ എങ്ങനെയാണ് അവർ ഇൻജസ്റ്റ് ചെയ്യുന്നത്, അവരെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഈ കാര്യമൊക്കെ നമ്മൾ ഇപ്പം നോക്കാൻ പോകുന്നത്. അവർക്ക് അവരുടേതായ വായില്ല, ഡൈജസ്റ്റീവ് സിസ്റ്റം ഒന്നുമില്ല. സോ ഹൗ ഡു ദേ ഡൈജസ്റ്റ് ദ ഫുഡ് ദാറ്റ് ദേ അക്വയർ? സോ ദാറ്റ് വിൽ ബി സീയിങ് ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ. ഈ റുമൻ്റെ കേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലീവ് ഇറ്റ് ഡൗൺ ഇൻ ദ കമൻറ്റ്സ്. ഐ വിൽ ബി റിപ്ലൈങ് ടു യു വിത്തിൻ 24 hours. ഓക്കെ. ഫീഡിങ് ആൻഡ് ഡൈജഷൻ ഇൻ അമീബ. അമീബ എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു, ദാറ്റ് ഇറ്റ് ഇസ് എ യൂണിസെല്ലുലർ ഓർഗാനിസം. യൂണിസെല്ലുലർ പറഞ്ഞാൽ ഒറ്റ ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ് അമീബ. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. വീൽ ഹാവ് ടു ലുക്ക് ഇറ്റ് അപ്പ് അണ്ടർ ദി മൈക്രോസ്കോപ്പ്. Amoeba is a microscopic single-celled organism found in pond water. Amoeba has a cell membrane, a rounded dense nucleus, and many small bubble-like vacuoles. So നമുക്ക് ഈ സെൽ ഓർഗനൽസ് എന്തൊക്കെയാണെന്ന് അറിയാം. സെൽ മെംബ്രെയിൻ ഇസ് ദി ഔട്ടർ കവറിംഗ് ഓഫ് ദ സെൽ അല്ലേ, ആൻഡ് ന്യൂക്ലിയസ് ഇസ് ദി ബ്രെയിൻ ഓഫ് ദ സെൽ, ആൻഡ് ദർ ഇസ് വാക്യൂൾസ് ഒരു കാലി സ്ഥലമാണ്. ഓക്കെ, സോ the vacuoles are present in the cytoplasm. അമീബ കോൺസ്റ്റന്റ്ലി ചേഞ്ചസ് ഇറ്റ് ഷേപ്പ് ആൻഡ് പൊസിഷൻ. അതിന് പ്രത്യേക ഷേപ്പ് ഒന്നുമില്ല. ഇങ്ങനെ ഈ ഡയഗ്രാമിൽ നിങ്ങൾക്ക് കാണാം കളികുളിയായിട്ടുള്ള ഒരു ഷേപ്പാണ്, ഒരു പ്രത്യേക റൗണ്ടേഴ്സ് അങ്ങനെ ഒരു ഷേപ്പ് ഒന്നുമില്ല. സോ അമീബ കോൺസ്റ്റന്റ്ലി ചേഞ്ചസ് ഇറ്റ് ഷേപ്പ് ആൻഡ് പൊസിഷൻ. ഇറ്റ് പുഷസ് ഔട്ട് വൺ ഓർ മോർ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കോൾഡ് pseudopodia or false feet for movement and capture of food. സോ സ്യൂഡോ പറഞ്ഞാൽ ഫാൾസ്, പോഡിയ പറഞ്ഞാൽ കാല്. ഓക്കെ, സോ സൂഡോപോഡിയ പറഞ്ഞാൽ ഫാൾസ് ഫീറ്റ്, ഒരു റിയൽ ഫീറ്റ് അല്ല. അത് ഉണ്ടാക്കി പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയ അതിൻ്റെ കാലാണ്. അത് ശരിക്കുള്ള കാലല്ല, അതിൻ്റെ സെല്ലിൻ്റെ ബോഡീനെ തന്നെ അത് കാലിൻ്റെ ഷേപ്പിലാക്കി എടുത്ത ഒരു സംഭവമാണ്. സോ ഞാനിവിടെ നിങ്ങൾക്ക് അമീബേൻ്റെ ഫുഡിനെ എങ്ങനെയാണ് അവർ കഴിക്കുന്നത് ആ പ്രോസസ്സിൻ്റെ ഒരു ഫോട്ടോ ഇടാം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ദാറ്റ് ഈ അമീബേൻ്റെ രണ്ട് സൈഡിൽ നിന്നും അതിൻ്റെ ഷേപ്പ് മാറി, എന്നിട്ട് ആ ഫുഡിനെ അത് രണ്ട് സൈഡിൽ നിന്നും കവർ ചെയ്തു, എന്നിട്ട് അതിനെ ജോയിൻ ആക്കി. അപ്പോൾ ഫുഡ് എന്തായി, ആ സെല്ലിൻ്റെ അകത്തേക്ക് വന്നു, ആൻഡ് അതിൻ്റെ കാല് ഇപ്പോൾ ഇല്ല. അങ്ങനെയാണോ സംഭവിക്കുന്നത്? ഓൾറൈറ്റ്, സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് നോൺ ആസ് സൂഡോപോഡിയ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അമീബ ഹാസ് സൂഡോപോഡിയ. ഇത് പീനെ കൊണ്ടാന്ന് എഴുതുന്ന വെച്ചാലും ദാറ്റ് പി ഇസ് സൈലന്റ്. ഇറ്റ്സ് നോൺ ആസ് സൂഡോപോഡിയ. സോ അത് ഇങ്ങനെ ഷേപ്പ് മാറ്റി മാറ്റി ഭക്ഷണം കഴിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫുഡ് പാർട്ടിക്കിൾ, ദാറ്റ് ഇസ് ഇൻജെക്ഷൻ. അതിങ്ങനെ രണ്ട് കാല് പോലത്തെ സാധനം ആക്കിയിട്ട് കൈയൊന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ വിചാരിക്കാം, അങ്ങനെ ആക്കിയിട്ട് ഫുഡ് പാർട്ടിക്കിളിനെ കവർ ചെയ്യും, എന്നിട്ട് അതിനെ കഴിച്ചാൽ. ഇതാണ് സൂഡോപോഡിയ. ഈ ഫുഡിൻ്റെ സൈഡിലുള്ള രണ്ട് പ്രൊജക്ഷൻസ് ഇല്ലേ, ദാറ്റ് ഇസ് ദ സൂഡോപോഡിയം. Pseudopodium is singular and pseudopodia is plural. Okay, it's not pseudopodiums, it's pseudopodia, and pseudopodium is singular. Okay, remember, here's the nucleus and the food vacuoles ഉണ്ട്. ആ ഫുഡ് വാക്യൂൾസിൻ്റെ അകത്താണ് ഫുഡ് ഇങ്ങനെ ആവുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ അത് വേസ്റ്റ് ആയിട്ടുള്ള അവരുടെ വേസ്റ്റ് പ്രൊഡക്റ്റ്, ദാറ്റ് ഇസ് ദ വേസ്റ്റ് ഫുഡ്, അത് അഡ്ജസ്റ്റ് ചെയ്യാന്നു ഈ സൈഡിൽ നിന്ന്. ആൻഡ് അമീബ ഫീഡ്സ് ഓൺ മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ്. ഓഫ് കോഴ്സ് അത് it itself is a microscopic organism. So അതും മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസിനെ തന്നെയാണ് അത് കഴിക്കുക. സോ അതിനെങ്ങനെ മനസ്സിലാവുക ഇത് ഫുഡാണോ അല്ലയോ എന്ന്? ഇറ്റ് ഹാസ് ദാറ്റ് കേപ്പബിലിറ്റി. ഓക്കെ, when it senses food around it, it pushes out around the food particle and engulfs it. The food becomes trapped in a food vacuole. സോ അതിന് ഫുഡ് ഇവിടെ എവിടെ ഉണ്ട് എന്നിങ്ങനെ തോന്നിയാൽ വാട്ട് ഇറ്റ് വിൽ ഡു, അതിൻ്റെ രണ്ട് പ്രൊജക്ഷൻസ്, അതിൻ്റെ സെല്ലിൻ്റെ ഷേപ്പിനെ അത് മാറ്റിയിട്ട് രണ്ട് കൈയോ അല്ലെങ്കിൽ രണ്ട് കാല്, നിങ്ങൾക്ക് കൈ എന്ന് വിചാരിക്കാമായിരിക്കും ഇനി എളുപ്പം, രണ്ട് കൈ പോലെ ഇങ്ങനെ ഷേപ്പ് ഉണ്ടാക്കും, എന്നിട്ട് അതിനെ ഫുഡ് പാർട്ടിക്കിളിനെ സറൗണ്ട് ചെയ്യും. അപ്പോൾ ആ ഫുഡ് പാർട്ടിക്കിൾ ഇതിൻ്റെ അകത്തേക്ക് ആയിപ്പോവും. അത് അകത്തേക്ക് വന്നാൽ ഇറ്റ് വിൽ ബി പ്രസൻറ്റ് ഇൻ എ സ്പേസ് നോൺ ആസ് ഫുഡ് വാക്യൂൾ. വാക്യൂൾ പറഞ്ഞാൽ സ്പേസ്, കാലി സ്ഥലം.
സോ അത് ഫുഡ് വാക്യൂളിലാണ് ഉണ്ടാവുക അതിൻ്റെ ഫുഡ്. സോ അതിനുശേഷം എന്താവുക, നോർമൽ ഡൈജഷൻ പ്രോസസ്സ് പോലെ തന്നെ ആ അമീബയ്ക്കും അതിൻ്റെതായ ഡൈജസ്റ്റീവ് ജ്യൂസസ് ഉണ്ട്. സോ ഡൈജസ്റ്റീവ് ജ്യൂസസ് ആർ സെക്രീറ്റഡ് ഇൻ ടു ദ ഫുഡ് വാക്യൂൾ. ആ വാക്യൂളിൻ്റെ അകത്തേക്ക് ഈ അമീബ അതിൻ്റെ ഡൈജസ്റ്റീവ് ജ്യൂസസ് സെക്രീറ്റ് ചെയ്യും. ദേ ആക്ട് ഓൺ ദ ഫുഡ് ആൻഡ് ബ്രേക്ക് ഇറ്റ് ഡൗൺ ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസസ്. സോ ആ ഫുഡിൻ്റെ മേലെ ആ ഡൈജസ്റ്റീവ് ജ്യൂസസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന പോലെ തന്നെ ആ ഫുഡിൻ്റെ മേലെ ഡൈജസ്റ്റീവ് ജ്യൂസസ് പോയിട്ട് it acts on it and breaks it down into simpler substances. Gradually, the digested food is absorbed. The absorbed substances are used for growth, maintenance, and multiplication. The undigested residue of the food is expelled outside by the vacuole. So, ഈ digested foodനെ അത് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ ഓർഗാനിസംസും ഇത് തന്നെയാണ് ചെയ്യാറ്. അവർ ഫുഡിന് എന്തിനാണോ അവർക്ക് ആവശ്യം, ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത്, മെയിൻ്റനൻസ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞാൽ റീപ്രൊഡക്ഷൻ. ഇനി അവർ പിന്നെ ഈ അൺഡൈജസ്റ്റഡ് ഫുഡിനെ അത് ഈ ഒരു വാക്യൂൾ പിന്നെ ഒരു വാക്യൂൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ത്രൂ അത് പുറത്തേക്ക് കളയുന്നതാണ്. ദ ബേസിക് പ്രോസസ് ഓഫ് ഡൈജഷൻ ഓഫ് ഫുഡ് ആൻഡ് റിലീസ് ഓഫ് എനർജി ഇസ് ദ സെയിം ഇൻ ഓൾ ആനിമൽസ്. സോ ബേസിക് എന്താണോ അവർ ഭക്ഷണം കഴിക്കുന്നതും ഡൈജസ്റ്റ് ചെയ്യുന്നതും അതിൻ്റെ എനർജി എങ്ങനെയാണോ റിലീസ് ആവുന്നത് ഇതെല്ലാം സെയിം ആണ്. എല്ലാ ആനിമൽസിലും ബേസിക് സെയിം ആണ്. എങ്ങനെയാണ് കഴിക്കുന്നത്, ഏത് രീതിയിലാണോ കഴിക്കുന്നത്, അത് മാത്രമാണ് ഡിഫറെൻ്റ് ആവുന്നത്. ഓൾറൈറ്റ്. So in a later chapter you will learn about the transport of food absorbed by the intestine to various parts of the body. So ഇത് നമ്മൾ അടുത്ത കുറച്ച് അങ്ങോട്ടുള്ള ചാപ്റ്ററിൽ പഠിക്കുന്നതായിരിക്കും. So what do you think it is about? It is about circulatory system. നമ്മളെ ബോഡിയിലുള്ള ബ്ലഡ് ആണ് നമ്മളെ ബോഡിയിൽ ഈ ഡൈജഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാ ന്യൂട്രിയൻസിനെ എല്ലാ ബോഡി പാർട്സിലും എത്തിക്കുന്ന ഒരു മീഡിയം. So that is blood. So here we are at the end of the chapter. നമ്മൾ സമ്മറിയും എക്സസൈസ് ക്വസ്റ്റ്യൻസും അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. ആൻഡ് വീൽ ഓൾസോ ബി ലുക്കിംഗ് അറ്റ് ഇമ്പോർട്ടൻറ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. ആൻഡ് ഞാൻ നോട്ട്സ് പോലെ നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസും പിന്നെ ഇമ്പോർട്ടൻറ്റ് പാരഗ്രാഫ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് അണ്ടർലൈൻ ചെയ്യിക്കുന്നതായിരിക്കും അടുത്ത ക്ലാസ്സിൽ. സോ ദിസ് വാസ് എൻ ഈസി ക്ലാസ് ആക്ച്വലി. നിങ്ങൾക്ക് ഇതിൽ റുമിനൻസിനെ പറ്റി പഠിക്കണം, അമീബേൻ്റെ സൂഡോപോഡിയനെ പറ്റി പഠിക്കണം. ദാറ്റ്സ് ഓൾ. I hope you guys found this video useful. അഥവാ ഇഷ്ടമായിക്കെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. ആൻഡ് ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ഓൾസോ പ്ലീസ് ഷെയർ ദിസ് വീഡിയോ വിത്ത് യുവർ classmates and friends. Okay, all the best. Bye.